നമുക്ക് നമ്മുടെ പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ജീവിതത്തിന്റെ പരീക്ഷകളാലും തകർന്നും നുറുങ്ങിയും അയഞ്ഞും പോയ എൻ്റെ ഹൃദയത്തിന്റെ തന്ത്രികളെ നന്നാക്കണമേ. എൻ്റെ കർത്താവും രക്ഷകനുമായ അങ്ങേക്ക് സന്തോഷവും മഹത്വവും നൽകുന്ന മധുരമായ ഈണങ്ങൾ വായിക്കുവാൻ തമ്പുരാനെ എൻ്റെ ഹൃദയത്തെ സ്തുതിയുടെ ഉപകരണമാക്കി വിശുദ്ധീകരിക്കണമേ. ആമേൻ. നമ്മളെ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ അതിന്റെ 3-ാം അധ്യായം. എൻ്റെ ഒരു ചിന്ത, ഇതിനകത്ത് സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളും നെഹമ്യാവിന്റെ പുസ്തകം ഈ നാളുകളിൽ വളരെ കാര്യമായിട്ട് ഒന്ന് പഠിക്കുന്നത്, നമുക്ക് സ്വയമായിട്ട് പഠിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ പഠിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അതിന്റെ 3-ാം അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ സ്വാഗതം ചെയ്തതായിരിക്കുന്ന ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ അതിന്റെ തീം നമുക്കറിയാം, റിപ്പയർ ആൻഡ് റെസ്റ്റോർ അവർ സ്പിരിച്വൽ ഡോർസ്. നമ്മുടെ ആത്മീയ വാതിലുകളെ നന്നാക്കുകയും യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതായിരിക്കുന്നതായ തീമാണ്. കഴിഞ്ഞ 2 ദിവസം നമ്മൾ 3 ഗേറ്റിനെ പറ്റി പഠിച്ചു. ഒന്നാമതായിട്ട് ഷീപ്പ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആട്ടിൻ വാതിൽ. അത് പുതിയ നിയമസഭയിൽ വരുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഡോർ ഓഫ് സാൽവേഷൻ, രക്ഷയുടെ വാതിലിനെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. രണ്ടാമതായിട്ട് ഫിഷ് ഗേറ്റ്, മത്സ്യവാതിൽ, മീൻ വാതിൽ. അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഡോർ ഓഫ് ഇവാഞ്ചലിസം. അപ്പൊ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതായിരിക്കുന്ന എല്ലാവരും പ്രേക്ഷിത ദൗത്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ പങ്കാളികളാകണം എന്നുള്ളത് കർത്താവ് നിർബന്ധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ പഠിച്ചു. മൂന്നാമതായിട്ട് ഓൾഡ് ഗേറ്റ്, പഴയ വാതിൽ. അതെന്തിനെ കാണിക്കുന്നു? ഡോർ ഓഫ് ഫെലോഷിപ്പ്, കൂട്ടായ്മ. ഇത് കൂട്ടായ്മയുടെ ശക്തീകരണം കുറഞ്ഞിരിക്കുക. പലയിടത്തും കൂട്ടായ്മയുണ്ട്, നമ്മൾ കൂട്ടായ്മയ്ക്ക് പോകാനുള്ള താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൂട്ടായ്മ ഉണ്ടെങ്കിൽ തന്നെ കല്യാണത്തിന് നമ്മൾ വിളിക്കുന്നത് പോലെ വിളിച്ചെങ്കിൽ മാത്രമേ ആൾക്കാർ വരികയുള്ളൂ എന്നുള്ള ചിന്താഗതി വന്നിട്ടുണ്ട്. മറ്റ് ഒരു അപകടകരമായ കാര്യം, എൻ്റെ വീട്ടിൽ വരാത്തവന്റെ വീട്ടിൽ ഞാൻ പോകുകയില്ല. ആ ഒരു ചിന്ത ദൈവമക്കളെ നമുക്ക് പറ്റുന്നില്ല. എൻ്റെ വീട്ടിൽ വരാത്തവന്റെ വീട്ടിൽ നിശ്ചയമായി നമ്മൾ പോകണം. അങ്ങനെ നമ്മുടെ കൂട്ടായ്മ ശക്തിപ്പെടുത്തണം. ഇനി നമുക്ക് 7 വാതിലുകളാണുള്ളത്, 2 ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ചുകൂടെ സ്പീഡിൽ പോകണം. എൻ്റെ ഒരു ചിന്ത, ഇന്ന് ഒരു 5 വാതിലുകളെ പറ്റി പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. 4-ാമത്തെ വാതിൽ നെഹമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. നെഹമ്യാവ് 3:13. താഴ്വര വാതിൽ, വാലി ഓഫ് ഗേറ്റ്. ആ യെരൂശലേമിന്റെ തെക്കേ മതിലിലുള്ളതായിരിക്കുന്നതായ ഒരു വാതിലാണ് താഴ്വര വാതിൽ. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിരുന്നിട്ട് നിങ്ങളുടെ ബുക്കിനകത്ത് ഒരു ഡ്രോയിങ് വരയ്ക്കണം. ഒരു റെക്ടാങ്കിൾ വരച്ചിട്ട് ആ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് എന്ന് രേഖപ്പെടുത്തിയിട്ട് അതൊന്ന് മാർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം തെക്കേ മതിലില് തെക്ക് പടിഞ്ഞാറായിട്ട് മാറി, മനസ്സിലായ? തെക്കേ മതിലിൽ തെക്ക് പടിഞ്ഞാറ്, അപ്പൊ ആ പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറി സ്ഥിതി ചെയ്യുന്നതായിരിക്കുന്നതായ ഒരു വാതിലാണ് ഏതാ? താഴ്വര വാതിൽ. ഹിന്നോൻ താഴ്വരയ്ക്ക് അഭിമുഖമായി പണിതിരിക്കുന്ന ഒരു വാതിലാണ്. അപ്പൊ ആ തെക്ക് മതിലിന്റെ അല്പം കൂടെ മാറിയിട്ട് നിങ്ങൾ ഇതോടെ ഒന്ന് എഴുതണം, ഹിന്നോൻ താഴ്വര എന്ന് എഴുതണം. ഹിന്നോൻ താഴ്വര. ഇത് നമുക്ക് ഈ ഭാഗത്ത് വേറെ പുസ്തകത്തിനകത്ത് പല പ്രാവശ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹിന്നോൻ താഴ്വര എന്ന് പറയുന്നത്. ഈ നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ അർത്തഹ്ശഷ്ടാ രാജാവിൽ നിന്നും കൽപ്പന മേടിച്ചുകൊണ്ട് നെഹമ്യാവ് യെരൂശലേമിൽ വന്നപ്പോൾ അതിന്റെ ശൂന്യാവസ്ഥ കാണുവാൻ യെരൂശലേമിലേക്ക് പ്രവേശിച്ചതായിരിക്കുന്ന വാതിലാണ് താഴ്വര വാതിൽ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരുടെ, ഈ താഴ്വര വാതിൽ 2 ആത്മീയ ചിന്തകളാണ് നമുക്ക് തരുന്നത്. ഒന്ന്, താഴ്വര എന്ന് പറയുമ്പോൾ താഴ്മയെ കാണിക്കുക, ഡോർ ഓഫ് ഹ്യൂമിലിറ്റി, താഴ്മയെ കാണിക്കുന്നതായിരിക്കുന്നതായ ഒരു അനുവാദം. ദൈവമക്കൾക്ക് നല്ല എക്കാലത്തും ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ടതായ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് താഴ്മ. ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, ലോകത്തിൽ നിഗളവും അഹങ്കാരവും വർദ്ധിച്ചതായ ഒരു വലിയ പ്രവണത ദൈവമക്കളിലും കാണാം, അല്ലാത്തവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യം ഞാൻ ഈ സമയത്ത് ഓർക്കുക. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങളിൽ പത്രോസ് വളരെ ശക്തമായിരിക്കുന്നതായ ഒരു ആഹ്വാനം നൽകുന്നത് നമുക്ക് കേൾക്കാം.
1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 5-6 വാക്യം. മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ, ലീഡേഴ്സിന് കീഴടങ്ങിയിരിപ്പീൻ. എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു. അപ്പം ലീഡേഴ്സിനും മാത്രമല്ല, എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിപ്പീൻ. പത്രോസ് പറയുക. അടുത്ത ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. മതി, നിങ്ങൾ ആ 6-ാമത്തെ വാക്യം കൂടെ സൗകര്യമുള്ളപ്പോൾ ഒന്ന് വായിക്കണം. നമുക്ക് ഇച്ചിരി സ്പീഡിൽ പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ താഴ്മ, അതിന്റെ ഏറ്റവും വലിയ മാതൃക, ദൈവമക്കൾക്കുള്ളതായ മാതൃക ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെയുള്ളതായിരിക്കുന്നതായ വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്കറിയാവുന്നതായ വാക്യമാണ്. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കർത്താവിന്റെ താഴ്മയെ പറ്റി അവിടെ രേഖപ്പെടുത്തിക്കുന്നത് നിങ്ങൾ ശാന്തമായി ഒന്ന് ധ്യാനിക്കണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കപ്പെട്ട. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്നിൽ അഹങ്കാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിഗളമുണ്ടായിട്ടുണ്ടെങ്കിൽ, പാടുന്നതായ എനിക്ക്, പ്രസംഗിക്കുന്നതായ എനിക്ക്, പ്രാർത്ഥിക്കുന്നതായ എനിക്ക്, കർത്താവേ, ഏതെങ്കിലും വിധത്തിൽ നിഗളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്നോട് ക്ഷമിക്കണമെന്ന് ശാന്തമായി നമുക്ക് പ്രാർത്ഥിച്ച് ആ താഴ്മയുടെ വാതിൽ, ഡോർ ഓഫ് ഹ്യൂമിലിറ്റി, ഇന്ന് റിപ്പയർ ചെയ്യാനായിട്ട് ദൈവമക്കൾ സദയം ആഗ്രഹിക്കണമേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അതിന്റെ 2-ാമത്തെ ആത്മീയ അർത്ഥം, ഹിന്നോൻ താഴ്വരയ്ക്ക് അഭിമുഖമായിട്ടാണ് ഈ ഡോർ നിലകൊള്ളുന്നത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കും. ഹിന്നോൻ താഴ്വര ഇരുൾ മൂടിയതായിരിക്കുന്നതായ ഒരു താഴ്വരയാണ് ഹിന്നോൻ താഴ്വര. അപ്പോൾ കൂരിരുളിന്റെയും കഷ്ടതയുടെയും അനുഭവത്തെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഹിന്നോൻ താഴ്വരയിലെ ആ കൂരിരുളും കഷ്ടതയും, അവിടെ പുതിയ നിയമത്തിൽ തന്നെ ആ താഴ്വരയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കഷ്ടത, വാലി ഓഫ് സഫറിങ്, അല്ലെങ്കിൽ കഷ്ടതയുടെ താഴ്വര, അല്ലെങ്കിൽ ഡോർ ഓഫ് സഫറിങ്, കഷ്ടതയുടെ വാതിലിനെ സൂചിപ്പിക്കുക. ഇത് നമ്മൾ ഓർത്തോണം. കഷ്ടത എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് ദൈവം തമ്പുരാൻ അനുവദിച്ചു തന്നിരിക്കുന്നതായ ഒരു അനുഭവമാണ്. യേശു കർത്താവ് പറഞ്ഞു, ലോകത്തെ നിങ്ങൾക്ക് കഷ്ടം ഉണ്ടാവുമെന്നല്ല, ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ എപ്പോഴും കഷ്ടത നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കണം. കഷ്ടത വരുമ്പോൾ നമ്മൾ പിറുപിറുക്കരുത്. കഷ്ടത വരുമ്പോൾ ഈ വേദപുസ്തകം താഴ്ത്തി വെച്ചിട്ട് ഇത്രയും നാൾ ഞാൻ നിന്നെ സേവിച്ചത് വൃഥാവായല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിനോട് ദേഷ്യപ്പെടരുത്. കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ലോകത്തെ ജയിച്ച ജയാളിയായ യേശു ക്രിസ്തു എന്നോടുകൂടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ അഭിമുഖീകരിക്കുന്നതായ കഷ്ടതയെ തരണം ചെയ്യുവാൻ കർത്താവ് എന്നെ സഹായിക്കുമെന്നുള്ളതായ ഒരു വലിയ വിശ്വാസം നമുക്കുണ്ടാകും. കഷ്ടത ഒരു വരമായിട്ട് പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഷ്ടത ഒരു വരം. ആ വരം ആർക്ക് വേണം? പ്രവചന വരം ആഗ്രഹിക്കുന്നുണ്ട്, രോഗശാന്തി വരം ആഗ്രഹിക്കുന്നുണ്ട്, പിന്നെ അന്യഭാഷാവരം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ദൈവമക്കൾ അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കഷ്ടതയാകുന്ന വരം അത് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? പ്രിയമുള്ളവരെ, കഷ്ടത അനുഭവിക്കുന്നതായ ദൈവമക്കൾ ശ്രദ്ധിക്കണം. ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് ഈ കഷ്ടതയ്ക്കപ്പുറത്ത് ഒരു വലിയ മഹത്വം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട്, എവിടെ ദൈവമക്കൾ കഷ്ടത അനുഭവിച്ചിട്ടുണ്ടോ അതിനെ തുടർന്ന് അവർ വലിയ മഹത്വം അനുഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവരവരുടെ തലമുറയിൽ അത് അനുഭവിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കഷ്ടതയുടെ വാതിൽ അത് നമുക്ക് നമ്മുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവിടെ പിറുപിറുത്ത കുറവ്, കർത്താവെ ഞാൻ അതിനെ എതിർത്തതായിരിക്കുന്ന കുറവ് എന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. വേദപുസ്തകം പഠിക്കുമ്പോൾ 7 താഴ്വരയെ പറ്റി നമുക്ക് പഠിക്കണം. അത് നിങ്ങൾ ദയവായിട്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ വലിയ ആവേശം തരുന്നതായിരിക്കുന്നതായ ഒരു അനുഭവം. അതൊരു 3-4 ദിവസത്തെ പ്രസംഗത്തിനുള്ളതായിരിക്കുന്നതായ ഒരു വിഷയമാണ് ഈ 7 താഴ്വര എന്ന് പറയുന്നത്. എനിക്കത് വിവരിക്കാനായിട്ട് സമയമില്ല. എങ്കിലും ആരെങ്കിലും എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കുന്നവരുടെ താല്പര്യത്തിനായിട്ട് ഞാൻ എൻ്റെ റെഫറൻസും പേരും മാത്രം പറഞ്ഞ് ഒന്ന് ഓടിച്ചു പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. 1 ശമൂവേൽ 17-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. 1 ശമൂവേൽ 17-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ആ താഴ്വരയുടെ പേര് ഏലാ താഴ്വരയല്ല, ഏലാ താഴ്വര. അത് പോരാട്ടത്തിന്റെ താഴ്വരയാണ്. പോരാട്ടം. ദൈവമക്കൾക്ക് എപ്പോഴും പോരാട്ടമുണ്ടെന്ന് വേദപുസ്തകം ആവർത്തിച്ച് നമ്മളോട് പറയുക. അപ്പോൾ ഏലാ താഴ്വര പോരാട്ടത്തിന്റെ താഴ്വരയാണ്. 2 സങ്കീർത്തനം 23:4 നമുക്ക് അറിയാം, മരണനിഴലിൻ താഴ്വര, ഭയത്തിന്റെയും
മുന്നോട്ടിനി പോകുവാൻ സാധിക്കുകയില്ല എന്നുള്ളതായിരിക്കുന്നതായ ഭയമുണ്ടാക്കുന്നതായിരിക്കുന്ന താഴ്വരയാണ് മരണനിഴവിൽ താഴ്വര എന്ന് പറയുന്നത്. 3, 84-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം. അവിടേക്കാണ് കണ്ണുനീർ താഴ്വര എന്ന് പറയുന്നത്, ബാക്കായുടെ താഴ്വര, കഷ്ടതയുടെ താഴ്വര എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. 4 അല്ലേ, 1, 2, 3, 4 ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. സോരക് താഴ്വര, സോരക് താഴ്വര. നമുക്കറിയാം സോരക് താഴ്വര എന്ന് പറയുന്നത് പ്രലോഭനങ്ങളുടെ താഴ്വരയാണ്, ദലീലായുടെ താഴ്വരയാണ് സോരക് താഴ്വര. ദൈവമക്കളെ തെറ്റിച്ച് കളയുവാനുള്ള അനേക ദലീലമാർ ഈ താഴ്വരയിലുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ്. 5-ാമത്തെ കാര്യം, യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാതെ ആഖോർ താഴ്വരയാണ്. ആഖോർ താഴ്വര ദൈവത്തിന്റെ പ്രമാണങ്ങളെ തെറ്റിച്ച് ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ചതായിരിക്കുന്നതായ ആഖാനെ ന്യായം വിധിച്ചതായിരിക്കുന്ന താഴ്വരയാണ്. അത് ന്യായവിധിയുടെ താഴ്വരയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. 6-ാമത്തത് സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ 23-ാമത്തെ താഴ്വര. അത് എസ്കോൾ താഴ്വര, എസ്കോൾ താഴ്വര, എസ്കോൾ താഴ്വര വാഗ്ദത്തങ്ങളുടെ താഴ്വരയാണ്. ദൈവമക്കളെ നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകുവാൻ, മുന്നോട്ട് കുതിപ്പിക്കുന്നതായിരിക്കുന്നതായ ആ അനുഗ്രഹീതമായ വാഗ്ദത്തങ്ങൾ, ആ വാഗ്ദത്തങ്ങളുടെ താഴ്വരയാണ് ഈ എസ്കോൾ താഴ്വര എന്ന് പറയുന്നത്. അവസാനത്തത് 7-ാമത്തത് 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. ബെരാക്ക താഴ്വര. ബെരാക്ക താഴ്വര എന്ന് പറയുന്നത് ജയത്തിന്റെ താഴ്വരയാണ്. നോക്കിയ ഏതെല്ലാം താഴ്വരയിൽ കൂടെ പോയാലും ആത്യന്തികമായി ദൈവമക്കൾ ചെന്നെത്തുന്നത് ജയത്തിന്റെ താഴ്വരയാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾ ഓർത്തിരിക്കണമേ. അതുകൊണ്ട് നിങ്ങൾ ശാന്തമായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് ഈ താഴ്വരകൾ എടുത്ത് ധ്യാനിച്ച് നിങ്ങൾ തന്നെ ഒരു പ്രസംഗമായിട്ടോ അല്ലെങ്കിൽ ഒരു ധ്യാന ചിന്തകളായിട്ടോ അത് എഴുതിയിടുന്നത് നല്ലതായിരിക്കും. പ്രിയമുള്ളവരെ, നാം ഈ താഴ്വര, വാലി ഗേറ്റ്, ആ താഴ്വര വാതിൽ നന്നാക്കണം. നമ്മുടെ താഴ്മ വിനോഭാവം കൊണ്ട് നമുക്ക് എന്താ പ്രിയമുള്ളവരെ അഹങ്കരിക്കുവാനായിട്ടുള്ളത്, എന്താ നിഗളിക്കുവാനായിട്ട് ഒന്നുമില്ല. ബാഹ്യമായ നേത്രങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത, വെറും സോപ്പ് വെള്ളത്തിൽ അരിഞ്ഞു പോകുന്നതായ ഒരു കുഞ്ഞൻ വൈറസിന്റെ മുമ്പിൽ ലോകരാഷ്ട്രങ്ങളെല്ലാം മുട്ടുമടക്കിയില്ലേ? വമ്പന്മാർ, ചെറിയവർ, വലിയവർ എല്ലാം മുട്ടുമടക്കിയില്ലേ? എന്താ അഹങ്കരിക്കാനുള്ളത്? ഒരിക്കൽ നമ്മുടെ വയനാട്ടിൽ ഒരു രാത്രിയിൽ വലിയ സ്വപ്നത്തോടുകൂടി ഉറങ്ങിയതായിരിക്കുന്നതായ ഏതാണ്ട് 500-ഓളം ആൾക്കാർ തൂത്തുവാരിക്കൊണ്ടുപോയില്ലേ ഒരൊറ്റ രാത്രി കൊണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് അഹങ്കരിക്കുവാൻ നിഗളിക്കുവാനായിട്ട് ഒന്നുമില്ല. മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തും കഷ്ടത പ്രതീക്ഷിക്കണം. കഷ്ടത വരുമ്പോൾ അത് പിറുപിറുക്കാതെ, കർത്താവ് ഈ കഷ്ടതയിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവത്തോട് ആലോചന ചോദിച്ച് നമുക്ക് ഈ താഴ്വരവാതിൽ ഒന്ന് പുതുക്കി പണിത് യഥാസ്ഥാനപ്പെടുത്തുവാൻ ശ്രമിക്കാം. ദൈവം നിശ്ചയമായി നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. 4-ാമത്തെ താഴ്വരയുടെ പേരാണ് എന്തുവാ? താഴ്വരവാതിൽ, വാലി ഓഫ് ഗേറ്റ്. അത് ഡോർ ഓഫ് ഹ്യൂമിലിറ്റിയെയും ഡോർ ഓഫ് സഫറിങ്ങിനെ കാണിക്കുക. ഇനി 5-ാമത്തെ താഴ്വര നെഹമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. കുപ്പവാതിൽ. കുപ്പവാതിൽ ആർക്കും ഇഷ്ടമില്ലാത്തതായ ഒരു പേരാ കുപ്പവാതിൽ. അതെവിടെ തിരിയുന്ന? തെക്കേ മതിൽ, തെക്കേ ഭാഗത്തെ മതിലിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. താഴ്വരവാതിൽ നിന്നും, അവൻ താഴ്വരവാതിലും തെക്കേ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതോടൊപ്പം താഴ്വരവാതിൽ നിന്നും 500 മീറ്റർ കിഴക്കോട്ട് മാറിയാണ് ഈ വാതിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനായിട്ട് സൗകര്യം. താഴ്വരവാതിൽ നിങ്ങൾ മുമ്പേ മാർക്ക് ചെയ്തു. അതിനകത്തുനിന്ന് 500 മീറ്റർ ഏകദേശം മനസ്സിൽ കണ്ടുകൊണ്ട് 500 മീറ്റർ കിഴക്കോട്ട് മാറിയാണ് ഈ വാതിൽ സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിലെ ചപ്പുചവറുകളും മാലിന്യങ്ങളും ശേഖരിച്ച് ഈ വാതിലിലൂടെയാണ് പുറത്തു കൊണ്ടുപോയി ഹിന്നോൻ താഴ്വരയിൽ അവിടുത്തെ മാലിന്യ കൂമ്പാരങ്ങളുടെ കൂട്ടത്തിൽ തള്ളിക്കളയത്. ഞാൻ ഒന്നുകൂടെ പറയാണ്, നഗരത്തിലെ ചപ്പുചവറുകളും മാലിന്യങ്ങളും കളക്ട് ചെയ്ത് ഈ വാതിലുകളിലൂടെ, ഈ കുപ്പവാതിലുകളിൽ കൂടെ പുറത്തു കൊണ്ടുപോയി ഹിന്നോൻ താഴ്വര, അതും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിക്കുന്നതായ കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളതായ ഒരു സ്ഥലമാണ് ഹിന്നോൻ താഴ്വര എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് തട്ടിക്കളയുന്നതായിരിക്കുന്ന താഴ്വര കുപ്പവാതിൽ
നമുക്ക് ആർക്കും സന്തോഷമില്ലാത്ത പേരാണെങ്കിലും അതിന്റെ ദൗത്യം വളരെ വലുതാണ്. വലിയ ദൗത്യമാണ് ഈ കുപ്പവാതിൽ അല്ലെങ്കിൽ ഡങ് ഗേറ്റ്. ഡങ് DUNG ഡങ് ഗേറ്റ് എന്ന് പറയുന്നതിന് എന്നുള്ള കാര്യം മറന്നുപോകരുത്. നമ്മുടെ ജീവിതത്തിലെ മാലിന്യങ്ങൾ അത് തുടച്ചു മാറ്റി കളയേണ്ടതായിരിക്കുന്നതായ ഒരു സ്ഥലമാണ്. നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തികൊണ്ടും നോട്ടം കൊണ്ടും ചിന്ത കൊണ്ടും ഒക്കെ സംഭവിച്ചതായിരിക്കുന്നതായ മാലിന്യങ്ങൾ. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ ശക്തമായിട്ട് നമുക്കൊരു ആഹ്വാനം നമുക്ക് ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം എടുത്തോ ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവീൻ. ദൈവമക്കൾക്ക് പൗലോസ് അപ്പോസ്തലനായി ശക്തമായ ഒരു ആഹ്വാനമാണ്. അവിടെ തുടച്ചു മാറ്റാൻ അവർ തുടച്ചു മാറ്റുക, നമ്മൾ വൃത്തിയായിരിക്കുക. നമുക്കറിയാം 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ഡോർ ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, കുപ്പവാതിൽ എന്ന് പറഞ്ഞാൽ ഡോർ ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണത്തിന്റെ വാതിലിനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെ വർത്തമാന കാലഘട്ടത്തിൽ അതേ അല്ലെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് നൽകുന്നതായ ആലോചന. നമുക്കറിയാം 2 ശമൂവേൽ 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഇവ എടുക്കുന്നില്ല, വായിക്കുന്നില്ല. നിങ്ങൾക്കറിയാം ദാവീദ് അതിഭയങ്കരമായിരിക്കുന്ന ഒരു തെറ്റ് ചെയ്തു. ആരാ ദാവീദ് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെങ്കിൽ ഭയങ്കരമായ കൊലപാതകം ചെയ്തു, വ്യഭിചാരം ചെയ്തു, എന്തെല്ലാം തെറ്റുകൾ ചെയ്തു. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള മനുഷ്യൻ എന്ന് ഉള്ളതായിരിക്കുന്ന പേര് ലഭിച്ചതായിരിക്കുന്ന മനുഷ്യൻ, എന്നിട്ടും പാപം ചെയ്തിട്ടും തെറ്റ് ചെയ്തിട്ടും ചെയ്തില്ല എന്നുള്ളതായ ഭാവത്തിൽ ഭക്തിയുടെ പുറങ്കുപ്പായത്തിൽ ജീവിക്കുന്നതായിരിക്കുന്ന ദാവീദ് രാജാവ്. അങ്ങനെയുള്ള അനേക വിശ്വാസികളുണ്ട്. രഹസ്യമായി തെറ്റ് ചെയ്തിട്ട്, രഹസ്യമായി പാപം ചെയ്തിട്ട് അത് ലോകമറിയാതെ മറച്ചു വെക്കുന്നതായിരിക്കുന്നതായ വിശ്വാസികളെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ളതായിരിക്കുന്നതായ ദാവീദിന്റെ അടുക്കിലേക്ക് ദൈവം തമ്പുരാൻ ഒരിക്കൽ നാഥാൻ പ്രവാചകനെ അയച്ചു. ആ സംഭവം അറിയാൻ ഞാൻ വിവരിക്കുന്നില്ല, എനിക്ക് വിവരിക്കാനുള്ള സമയമില്ല. നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കണം. അവൻ ചെയ്തതായിരിക്കുന്ന തെറ്റ് ഒരു ഉപമാന രൂപത്തിൽ, ഒരു സാങ്കല്പിക കഥാരൂപത്തിൽ അവതരിപ്പിച്ചപ്പോൾ നീതിമാനായിരിക്കുന്ന ദാവീദിന്റെ മുഖം കോപം കൊണ്ട് തുടുത്തു. അവന്റെ അരയിൽ കിടക്കുന്ന വാളിന്റെ പിടിയിൽ കൈ കൊടുത്തുകൊണ്ട് ദാവീദ് വിളിച്ചു പറഞ്ഞു, ആ മനുഷ്യൻ, ആ തെറ്റ് ചെയ്തവൻ, ആ പാപം ചെയ്തവൻ ആര് തന്നെയായാലും മരണയോഗ്യം എന്ന് പറഞ്ഞപ്പോൾ രാജാവ് അലറിയപ്പോൾ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യൻ നാഥാൻ വിളിച്ചു പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ, ആ മനുഷ്യൻ നീ തന്നെ. പ്രിയമുള്ളവരെ, രാജാവിന് അധികാരമുണ്ട്. ഈ പ്രവചനം തന്റെ നേരെ വിരൽ ചൂണ്ടിയതായിരിക്കുന്ന ദൈവദാസന്റെ കഴുത്ത് അറുത്ത് കളയാനുള്ള അധികാരമുണ്ടായിരുന്നു. അവനെ പിടിച്ച് കൽത്തുറകിൽ ഇടവാനുള്ള അധികാരമുണ്ടായിരുന്നു. പക്ഷേ ഭക്തൻ അതൊന്നും ചെയ്തില്ല. അവൻ ദൈവസേനയും നെടുമ്പാടം വീണ് നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. 51-ാം സങ്കീർത്തനം നമ്മളെല്ലാ ദിവസവും ഒന്ന് വായിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് വായിക്കുന്നത് നല്ലതാണ്. ദാവീദിന്റെ അനുതാപ പ്രാർത്ഥനയാണ്. 3 കാര്യമാണ് ആ 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ആഗ്രഹിക്കുന്നത്. 1, റിഫൈൻ മീ, എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. ദാവീദ് കരയുകയാണ്. 2, റെസ്റ്റോർ മീ, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ. പണ്ടത്തെ സന്തോഷം, രക്ഷയുടെ സന്തോഷം, ആ സന്തോഷത്തിൽ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ. 3, റീയൂസ് മീ, എന്നെ വീണ്ടും ഉപയോഗിക്കണമേ. കഴിഞ്ഞ കാലത്തെക്കാൾ എന്നെ ശക്തമായിട്ട് ഉപയോഗിക്കണമേ. റിഫൈൻ മീ, റെസ്റ്റോർ മീ, റീയൂസ് മീ. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് കരയുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കുപ്പവാതിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെങ്കിലും അലക്ഷ്യമായി കരുതിയിട്ടുണ്ടെങ്കിൽ, അവഗണിക്കപ്പെട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ, ന്യായീകരണത്തിന്റെ വാക്കുകൾ ദൈവദാസന്മാർ ഒരുപാട് ദൈവമക്കൾ ന്യായീകരിക്കുന്നുണ്ട്. VP മത്തായി സാർ അത് ചെയ്തില്ലേ, ബാബുപുല്ലാട് അത് ചെയ്തില്ലേ, അത്രയൊന്നും ഞാൻ തെറ്റ് ചെയ്തില്ലല്ലോ. മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തിയിട്ട്
നമ്മുടെ തെറ്റിനെ ന്യായീകരിക്കാനായിട്ട് ഒരിക്കൽ പോലും നമ്മൾ ശ്രമിക്കരുത്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ വിശുദ്ധിയുടെ വാതിൽ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിലും അപ്പോസ്തലനായ പൗലോസ് ശക്തമായിട്ട് ആ വിശുദ്ധീകരണത്തെ പറ്റി പറയുന്നുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ഇതൊക്കെ നിങ്ങൾ കുറിച്ചെടുത്ത് ശാന്തമായിട്ടൊന്ന് ധ്യാനിക്കണമേ. കർത്താവേ, എന്നെ നീ കഴുകണമേ, ഞങ്ങളുടെ രക്തത്താൽ എന്നെ നീ ശുദ്ധീകരിക്കണമേ. തെറ്റ് ചെയ്തു പോയി കർത്താവ്, മനഃപൂർവ്വം തെറ്റിപ്പോയി, മനഃപൂർവ്വം തെറ്റിപ്പോയി. ഈ പകൽക്കാലം ആ കുപ്പവാതിൽ, വിശുദ്ധീകരണത്തിന്റെ വാതിൽ അവഗണിച്ച കുറവിനോട് ക്ഷമിക്കണമേ. ദാവീദിനെ പോലെ ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവെ എന്നെ എടുത്ത് ഉപയോഗിക്കണമേ, എന്നെ എടുത്ത് ഉപയോഗിക്കണമേ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ സമയം ഈ ദൂതന്റെ മുമ്പിൽ 1 മിനിറ്റ് നിങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തി കർത്താവിനോട് ശാന്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവെ, എന്റെ ശരീരാത്മതകളെ നീ കഴുകണം. രഹസ്യവും പരസ്യമായ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. കഴിഞ്ഞ കാലത്തേക്കാൾ ഉപരിയായി ഉപയോഗിക്കപ്പെടുവാൻ ഇന്നത്തെ ഈ ദൂതിന്റെ മുമ്പിൽ, പരിശുദ്ധാത്മാവിന്റെ ആലോചനയുടെ മുമ്പിൽ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞെന്ന് സമർപ്പിച്ചാൽ പ്രിയമുള്ളവരെ, നിശ്ചയമായും ദൈവം നമ്മളെ ഉപയോഗിക്കും. റിഫൈൻ മീ, റെസ്റ്റോർ മീ, യൂസ് മീ. ഡോർ ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണത്തിന്റെ വാതിൽ, കുപ്പവാതിൽ, അത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് യഥാസ്ഥാനത്തിൽപ്പെടുത്താൻ പ്രിയമുള്ളവരെ. 5-ാമത്തെ വാതിലാണ് കുപ്പവാതിൽ, അത് ഡോർ ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണത്തിന്റെ വാതിലിനെ കാണിക്കുക. 6-ാമത്തെ വാതിൽ പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാതിൽ, ഉറവുവാതിൽ. ഉറവുവാതിൽ, ഞങ്ങൾ സമയം ലഭിക്കാൻ ആ വാക്യം മുഴുവൻ വായിക്കാത്തത്. ഉറവുവാതിൽ എന്താ ചെന്നാൽ നിങ്ങള് വീട്ടിൽ ചെന്ന് ആ വാതിൽ വിളക്കാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്നായ വരാം. ഉറവുവാതിൽ, ഫൗണ്ടൻ ഗേറ്റ് എന്നാ ഇംഗ്ലീഷ് പറയുന്നത്, ഫൗണ്ടൻ ഗേറ്റ്. അപ്പൊ നിങ്ങൾ ആ ഡ്രോയിങ്ങിനകത്ത് നോക്കിയ പടിഞ്ഞാറേ മതിലിൽ സ്ഥിതി ചെയ്യുന്നതായിരിക്കുന്നതായ ഒരു വാതിലാണ് ഉറവുവാതിൽ. അപ്പൊ അതൊന്ന് ആ 16-ാം വാതിൽ ഒന്നുകൂടെ കിദ്രോൻ തോടിന് ഒരു ദിവസം നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള വാക്കാണ് കിദ്രോൻ തോട്. കിദ്രോൻ തോടിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്നതായ ഒരു വാതിലാണ് ഉറവുവാതിൽ എന്നുള്ളത് ഒന്നിച്ചിരിക്കുന്നത്. ഈ വാതിലിന് സമീപമാണ് നമുക്കറിയാവുന്നതായി ശീലോഹാം കുളം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ കുപ്പവാതിലിന് അകത്ത്, മനസ്സിലായി, അതിനകത്ത് വെളിയിലാണ് കിദ്രോൻ തോട്, അകത്ത് ശീലോഹാം കുളം കൂടെ നിങ്ങളൊന്ന് മാർക്കുക. ഹിസ്കിയാവിന്റെ കാലത്ത് ഗീഹോൻ എന്ന ഉറവിൽ നിന്ന് 1700 അടി നീളമുള്ള ഒരു തുരങ്കം നിർമ്മിച്ച് ശീലോഹാം കുളത്തിലേക്ക് ശുദ്ധജലം കൊണ്ടുവന്നിരുന്നു എന്ന് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലും 2 ദിനവൃത്താന്തം 32-30 എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ആ വാക്യം നിങ്ങളൊന്ന് കുറിച്ചിട്ട് 2 രാജാക്കന്മാര് 20-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, 2 ദിനവൃത്താന്തം 32-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. അപ്പോൾ ഈ ഗീഹോൻ എന്ന ഉറവ, താഴ്വരയിലുള്ളതായ ഒരു ഉറവയാണ് ഈ ഗീഹോൻ ഉറവ. ആ ഉറവയിൽ നിന്ന് 1700 അടി നീളമുള്ളതായ ഒരു തുരങ്കം സൃഷ്ടിച്ച് ഈ ശീലോഹാം കുളത്തിലേക്ക് ശുദ്ധജലം കൊണ്ടുവരാനായിട്ട് ഹിസ്കിയാവ് അതിനുവേണ്ടി അങ്ങനെ ഒരു തുരങ്കം നിർമ്മിച്ചതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ഉറവ എന്തിനെ കാണിക്കുന്നുണ്ട്? ഈ ഉറവ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുക. അപ്പോൾ 7-ാമതായിട്ട് നാം പ്രിപ്പയർ ചെയ്യേണ്ടതായിരിക്കുന്നതായ വാതിലിന്റെ പേരാണ് ഉറവ് വാതിൽ, ഫൗണ്ടൻ വാതിൽ, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ നിയമസഭയിൽ വരുമ്പോൾ ഡോർ ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ വാതിൽ എന്ന് പറയും. പരിശുദ്ധാത്മാവിന്റെ വാതിൽ. അപ്പം ആത്മ നിറവിൽ ഞാനും നിങ്ങളും ജീവിച്ചെങ്കിൽ മാത്രമേ ഈ ദുഷ്ടലോകത്തിൽ, പ്രലോഭനങ്ങൾ നിറഞ്ഞതായിരിക്കുന്ന ലോകത്തിൽ നമുക്ക് പിടിച്ചു നിർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നുണ്ട്, നിന്റെ 36-ാം സങ്കീർത്തനത്തെ 9-ാമത്തെ വാക്യം,
നിന്റെ പക്കൽ ജീവന്റെ ഉറവയുണ്ടല്ലോ എന്ന്. നിന്റെ പക്കൽ ജീവന്റെ ഉറവയുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37 മുതലുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് ശക്തമായി സഭയോട് പറയുന്നതായ ഒരു വാക്യം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37 മുതലായിരിക്കുന്നതായ വാക്യങ്ങൾ എടുത്തോ. യോഹന്നാൻ 7:37 മുതലുള്ള ആ വാക്യം. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വരട്ടെ. പിന്നെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അടുത്തത് അവൻ ഇത് തന്നെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു. കേട്ടോ, ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്നതായ ആത്മാവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയും. അപ്പൊ ഇത് നമ്മൾ ദൈവമക്കൾക്കുള്ളതാണ്. ദൈവമക്കൾക്ക് ദൈവം തമ്പുരാൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായ ഒരു കാര്യമാണ്. അപ്പോസ്തലൻ പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ പറ്റി കർത്താവ് പഠിപ്പിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, നിങ്ങൾ എന്നോട് കേട്ട വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. സാക്ഷികളാക്കുമെന്നല്ല, സാക്ഷികൾ ആകും. എ സ്പിരിറ്റ് ഫിൽഡ് ക്രിസ്ത്യൻ കനോട്ട് ബി എ സീക്രട്ട് ക്രിസ്ത്യൻ. ആത്മനിർഭരമുള്ളതായിരിക്കുന്ന ക്രിസ്ത്യാനിക്ക് രഹസ്യ ക്രിസ്ത്യാനിയായിട്ടിരിക്കാൻ സാധ്യമല്ല. നമ്മൾ ഓർക്കട്ടെ, അപ്പോസ്തലൻ പ്രവൃത്തി 2-ാം അധ്യായം നമുക്കറിയാമല്ലോ. യഹൂദന്മാരെ ഭയന്ന് ശിഷ്യന്മാരും യേശുവിന്റെ അമ്മ ഉൾപ്പെടെ ഒരു പറ്റം ദൈവമക്കൾ ഭയന്ന് അടച്ചിട്ടിരിക്കുന്ന ഒരു മുറിയിൽ അങ്ങനെ ശാന്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോസ്തലൻ പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് അഗ്നിയാലേക്ക് പിളർന്ന നാവ് പോലെ, അഗ്നിയാല പോലെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പതിഞ്ഞു. എനിക്ക് പതുങ്ങിയിരുന്ന, ഭയന്നിരുന്നതായ, രഹസ്യമായി ഒളിച്ചിരുന്നതായ ശിഷ്യന്മാര് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ ഭയരഹിതമായി മരണഭീതി കൂടാതെ ഓടി നടന്ന യേശുവിനെ പ്രസംഗിച്ചതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ തലമുറയിൽ നമുക്ക് ആവശ്യമതാ പ്രിയമുള്ളവരെ, നമുക്ക് ആവശ്യമാണ്. കർത്താവേ, നിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതാ എവിടെയെങ്കിലും ഇത് പെന്തക്കോസ്തുകാരുടെയാണ് ഇന്നാരുടെയാണെന്നൊക്കെ പറഞ്ഞ ഒക്കെ വേർതിരിക്കാനായിട്ടൊന്നും അത് ആവശ്യപ്പെട്ടില്ല. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നോക്കണം, ഏവർക്കും ഉള്ളതാ വാഗ്ദത്തം. അതുകൊണ്ട് ഇത് എനിക്കൂടെ ഉള്ളതാണ്. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, എന്നെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. 7-ാമതായി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിരിക്കുന്ന ഗേറ്റ് ആണ് ഫൗണ്ടൻ ഗേറ്റ്, പുറവ് വാതിൽ. അത് പുതിയ നിയമസഭയിൽ എന്തിനെ കാണിക്കുന്നു? ഡോർ ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നു എന്ന് എനിക്ക് ഇച്ചിരി സ്പീഡ് കൂടിയിട്ടുണ്ട്, എങ്കിലും എനിക്ക് അത് പറയേണ്ടതായിരിക്കുന്നതായ, തീർക്കേണ്ടതായ ആഗ്രഹമുള്ളത് കൊണ്ട് ഞാനത് മറ്റൊന്ന്, സ്പിരിച്വലി സ്പീക്കിംഗ് വി ഹാവ് മൂവ്ഡ് ഫ്രം വാലി ഗേറ്റ്. നോക്കണം, നമ്മൾ ഇന്ന് വന്നത് ആ താഴ്വര വാതിൽ നിന്ന്. ആ താഴ്വര വാതിൽ എന്തിനെ കാണിക്കുന്നു? ഹ്യൂമിലിറ്റി ആൻഡ് സഫറിങ്ങിനെ കാണിക്കുന്നു. അവിടുന്ന് നമ്മൾ നേരെ എങ്ങോട്ട് വന്നു? ഡങ്ക് വാതിൽ, കുപ്പവാതിൽ, വിശുദ്ധീകരണത്തിന്റെ വാതിലേക്ക് വന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ വാതിലിലേക്ക് പ്രവേശിക്കുക. സ്റ്റെപ്പ് നിങ്ങൾ നോക്കിക്കോണം. താഴ്വര വാതിൽ കഷ്ടതയുടെയും പിന്നെ വിനയത്തിന്റെ അനുഭവത്തിൽ നിന്ന് വിശുദ്ധീകരണത്തിന്റെ അനുഭവത്തിലേക്ക് വന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് പ്രവേശിക്കുന്നതായ ഒരു വലിയ മഹത്തായ സംഭവം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ 7-ാമത്തെ വാതിൽ നമ്മൾ പഠിച്ചു. ഇനിയും 6-ാമത്തെ വാതിൽ പഠിച്ചല്ലേ. ഇനി 7-ാമത്തെ വാതിൽ നിങ്ങൾ നോക്കിയേ. ആ നെഹമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. നീർവാതിൽ, വാട്ടർ ഗേറ്റ്. ഇപ്പൊ 7-ാമത്തെ വാതിലിന് വരുന്നത് വാട്ടർ ഗേറ്റ്. 7-ാമത്തെ വാതിൽ നീർവാതിൽ. അത് ശ്രദ്ധിക്കണം. പടിഞ്ഞാറേ മതിലിൽ നമ്മൾ ശ്രദ്ധിച്ച പടിഞ്ഞാറേ മതിൽ, അതായത് ഫൗണ്ടൻ ഗേറ്റ് ഇരിക്കുന്നതായ ആ മതിൽ തന്നെയാണ് പടിഞ്ഞാറേ വാതിലിൽ കിദ്രോൻ തോടിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്നതായ മറ്റൊരു വാതിലാണ് നീർവാതിൽ.
മനസ്സിലായോ? പടിഞ്ഞാറ് വാതിൽ. ഈ നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെന്നൊന്ന് വായിക്കണം. ഈ വാതിലിൽ വെച്ചാണ് എസ്രാ ശാസ്ത്രികൾ സർവ്വജനവും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചത് എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ആ വായന കഴിഞ്ഞ് അവരിൽ ഉണ്ടായിരിക്കുന്ന വലിയ ഒരു ഉണർവ്, ഒരു വലിയ ചൈതന്യം, ഒരു വലിയ ആവേശം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ വാതിൽ എന്ന് പറയുന്നത് ദൈവവചനത്തെ കാണിക്കാൻ, ദ ഡോർ ഓഫ് ദ ഹോളി വേർഡ്. പുതിയ സഭയ്ക്ക് നീർവാതിൽ, വാട്ടർ ഗേറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഡോർ ഓഫ് ഹോളി വേർഡ്, വിശുദ്ധ വചനത്തിന്റെ വാതിൽ. വചനം പഠിക്കുവാനുള്ള താല്പര്യം. ഞാൻ ഈ 180, ഇന്നിപ്പം 214 പേര് ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. 214 പേരെയും വചനം പഠിക്കുവാനുള്ള നിങ്ങളുടെ താല്പര്യത്തെ ഞാൻ അഭിനന്ദിക്കുക. ഞാൻ വളരെയധികം അഭിനന്ദിക്കുക. വചനം പഠിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മള് വചനം സ്വയമായി പഠിക്കാനായിട്ടുള്ളതായ ഒരു ക്രമീകരണം നമ്മൾ ചെയ്യണം. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്തിൽ അതിന് എപ്പോഴും വെളുപ്പിനെ ഏർലി മോർണിംഗ് മറ്റ് ശബ്ദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുന്നമേ പഠിക്കുന്നതായിരിക്കും അത് നല്ലത്. വചനം പഠിക്കണം. എന്നിട്ട് ആ പഠിക്കുന്നതായ വചനത്തോട് ചോദിക്കണം, ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം? ഇത് എന്നോട് എന്ത് പറയുന്നു? എന്നിൽ ആപ്ലിക്കേഷൻ, എന്നിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ടോ? ഇതൊക്കെ ശാന്തമായി നമ്മൾ ചിന്തിക്കണം. സംശയങ്ങൾ ആ വചനത്തോട് തന്നെ ചോദിക്കണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് ക്രമീകരിക്കാനായിട്ട് സാധിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, എവിടെ ദൈവജനം ദൈവവചനത്തെ ഗൗരവമായി എടുത്തിട്ടുണ്ടോ അവിടെ ഉണർവുണ്ടായിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, എവിടെ ദൈവജനം ദൈവവചനത്തെ ഗൗരവമായി എടുത്തിട്ടുണ്ടോ അവിടെ ഉണർവുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ തലമുറയിൽ നമുക്കൊരു ഉണർവ് ആവശ്യമാണ്. ഉണർവില്ലാതെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധ്യമല്ല. പ്രിയമുള്ളവരെ, ആ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 26-27 വാക്യം, എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 26-27 വാക്യം ഈ ദൈവവചനം വിശുദ്ധീകരണത്തെ കാണിക്കുന്നു, വെള്ളത്തെ കാണിക്കുന്നു എന്ന് അവിടെ പൗലോസ് അപ്പോസ്തലൻ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ വാതിലൊന്ന് ക്രമീകരിക്കാം. ദൈവവചനത്തിലുള്ള പ്രതിപത്തി വർദ്ധിച്ചേർന്നമേ. ദൈവവചനത്തെ അവഗണിച്ചത്, അലക്ഷ്യമായി കണ്ടത് ഒക്കെ എന്നോട് ക്ഷമിക്കണമെന്ന് ശാന്തമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവവചനത്തിന്റെ ഈ വാതിൽ. അപ്പോ 7-ാമത്തെ വാതിലാണ് വാട്ടർ ഗേറ്റ്, അല്ലെങ്കിൽ ഇന്നത്തെ സഭയിൽ ഡോർ ഓഫ് ദ ഹോളി വേർഡ്. 8-ാമത്തെ വാതിൽ ഞാൻ പെട്ടെന്ന് വായിക്കാം. 3-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാതിൽ, കുതിരവാതിൽ, ഹോഴ്സ് ഗേറ്റ്. അതെവിടെ ചെയ്യുന്നത്? കിഴക്കേ മതിൽ ചെയ്യുക. കിഴക്കേ മതിലില് നമ്മള് ആ കുതിരവാതിൽ ഒന്ന് അളവ്. അതായത് ഈ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ കുതിരകളെ ഈ കുതിര ലായത്തിൽ നിന്ന് ഈ വാതിലിൽ കൂടിയാണ് യുദ്ധത്തിനായിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ പുതിയ നിയമസഭയിൽ വരുമ്പോൾ ഇത് പോരാട്ടത്തിന്റെ വാതിലായി നമുക്ക് കാണാൻ സാധിക്കും. പ്രിപ്പയർ ദ ഡോർ ഓഫ് ബാറ്റിൽ, യുദ്ധത്തിന്റെ പോരാട്ടത്തിന്റെ വാതിൽ. കുതിര എന്ന് പറയുന്നത് യുദ്ധത്തെ സൂചിപ്പിക്കുക. നമുക്ക് ഉത്തമഗീത 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ സഭയെ കുതിരയോട് ഉപമിച്ചിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. എന്റെ പ്രിയെ, ഫറവോന്റെ രഥത്തിന് കെട്ടിയ പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുന്നു. ഇത് ശക്തമായൊരു പ്രസംഗമാണ്. പെൺകുതിര, ഫറവോന്റെ രഥത്തിന് കെട്ടുന്നതായ പെൺകുതിരയോടാണ് സഭയെ ഉപയോഗിക്കുന്നത്. യോബിന്റെ പുസ്തകം 39-ാം അധ്യായത്തിന്റെ 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ആ കുതിരയുടെ സവിശേഷതകൾ നമുക്ക് കാണാൻ സാധിക്കും. യോബിന്റെ പുസ്തകം 39-ാം അധ്യായത്തിന് 19 മുതൽ 25 വരെ കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത് എന്ന് പറഞ്ഞ് അവിടെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നതായ ചില സവിശേഷതകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ യുദ്ധസന്നാഹരായിരിക്കണം. നമുക്ക് യുദ്ധം ആരാ? എനിക്ക് യുദ്ധം വീട്ടിൽ മത്തായി സാറിനോടല്ല, എനിക്ക് യുദ്ധം എന്റെ ഭാര്യയോടല്ല, എനിക്ക് യുദ്ധം എന്റെ അയൽവക്കത്തുകാരനോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് പോരാട്ടമുള്ള അന്ധകാര ശക്തിയോടാണ്. അതുകൊണ്ട് ഈ വാതിൽ നമുക്ക് ഡോർ ഓഫ് ബാറ്റിൽ. ഇന്ന് നമ്മൾ എത്ര വാതിൽ പഠിച്ചു? ഒന്ന് താഴ്വര വാതിൽ, വാലി ഓഫ് ഡേ. അതെന്തിനെ കാണിക്കുന്നു? ഡോർ ഓഫ് ഹ്യൂമിലിറ്റി ആൻഡ് ഡോർ ഓഫ് സഫറിങ്ങിനെ കാണിക്കുന്നു. രണ്ടാമത് നമ്മൾ പഠിച്ചു കുപ്പവാതിൽ, ഡം ഗേറ്റ്.
അത് എന്തിനെ കാണിക്കുന്നു? ഡോർ ഓഫ് സാങ്ക്ടിഫിക്കേഷനെ കാണിക്കുന്നു. മൂന്നാമത് നമ്മൾ പഠിച്ചു ഡോർ ഓഫ് ഉറവ് വാതിൽ അല്ലെങ്കിൽ ഫൗണ്ടൻ ഗേറ്റ്. അത് എന്തിനെ കാണിക്കുന്നു? ഡോർ ഓഫ് ഹോളി സ്പിരിറ്റിനെ കാണിക്കുന്നു. നാലാമത് നമ്മൾ പഠിച്ചു ഡോർ ഓഫ് വാട്ടർ ഗേറ്റ് അല്ലെങ്കിൽ നീർവാതിൽ. അത് എന്തിനെ കാണിക്കുന്നു? ഡോർ ഓഫ് ദി ഹോളി വേർഡ്, തിരുവചന ജ്ഞാനത്തെ നമ്മൾ കാണിക്കുക. അവസാനമായി നമ്മൾ പഠിച്ചു ഹോൾസ് ഗേറ്റ്, ഇതിരവാതിൽ. അതെന്തിനെ കാണിക്കുന്നു? ഡോർ ഓഫ് ബാറ്റിൽ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ തിരുത്തേണ്ടത് തിരുത്തി, നന്നാക്കേണ്ടത് നന്നാക്കി, യഥാസ്ഥാനപ്പെടുത്തി വിജയകരമായ ജീവിതം നയിക്കുവാൻ തമ്പുരാനെ എന്നെ സഹായിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് അതിന് നമ്മളെ സഹായിക്കട്ടെ.